الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنما تعبدون من دون الله أوثانا وتخلقون إفكا إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله الرزق واعبدوه واشكروا له إليه ترجعون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ തൗഹീദിന്റെ മതമാണ് ദീനുൽ ഇസ്ലാം. മധ്യവർത്തികളോ തേടാൻ, പ്രാർത്ഥിക്കാൻ, സഹായമർത്ഥിക്കാൻ വിഗ്രഹങ്ങളോ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഒരേ ഒരു മതം. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 31-ാമത്തെ വാചകത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബി, വക്രതയില്ലാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം. ഹനീഫിയത്തിന്റെ, തദ്ഹിയത്തിന്റെ, തൗഹീദിന്റെ മതം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ കാണാം, അറിയുക ലില്ലാഹ് അദ്ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. അതായത് അൽ ഖാലിസ് മിനശ് ശിർക്ക് എന്നാണ്. ഷിർക്കിൽ നിന്ന് വിമുക്തമായ, ഷിർക്കിൽ നിന്ന് മാറി നിന്ന ശുദ്ധമായ, ഹൃദ്യമായ, നിഷ്കളങ്കമായ ഒരു വിശ്വാസം. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കലും ജീവിതത്തിലേക്ക് ശിർക്ക് വരരുത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരരുത്. ശിർക്ക് വരുന്നതിനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭയന്നു, പേടിച്ചു, പ്രാർത്ഥിച്ചു, അതിനെതിരെ പ്രവർത്തിച്ചു. ജീവിതത്തിലേക്ക് ശിർക്ക് വരാതിരിക്കാനുള്ള കഠിനമായ പ്രയത്നങ്ങളിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട്. 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക്, അസ്നാമുകൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്നാണ്. പ്രിയമുള്ളവർ, ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇമാമുൽ മുവഹിദീൻ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഷിർക്കിന്റെ കണ്ടകോടാലി, ഷിർക്കിനെതിരെ അഹോരാത്രം പ്രവർത്തിച്ചവർ, തൗഹീദിന്റെ ഇമാം, ഇന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട മഹാൻ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഷിർക്കിനെതിരെയുള്ള പോരാട്ടവും തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ജീവിതവുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ നബിയായി നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ദഅവത്തിന്റെ
ആദ്യമായി അദ്ദേഹം തൗഹീദ് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അതൊരു തർത്തീബ് കൂടിയാണ്, ഒരു ദഅവത്തിന്റെ തർത്തീബാണ്, ക്രമമാണ്. ആദ്യം പറയേണ്ടത്, ആദ്യം പാലിക്കേണ്ടത് അവനവനിലാണ്, പിന്നെ വീട്ടിലാണ്, പിന്നെയാണ് നാട്ടിലാണ്. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചതുപോലെ തന്നെ ആ നാട്ടിലെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തുകയും ഇലാഹിയത്ത് ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്തവരിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ഏറ്റവും വലിയ പൂജാരിയാണ്, പുരോഹിതനാണ്. ആ പുരോഹിതനായ പിതാവിനോട് അദ്ദേഹം പറഞ്ഞു, എന്ത്? ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. സൂറത്ത് മറിയമിന്റെ 42-ാമത്തെ ആയത്തിൽ കാണാം. അദ്ദേഹം തന്റെ ഉപ്പയോട് പിതാവിനോട് പറഞ്ഞ സന്ദർഭം എന്താ പറയാൻ പോണത്? വല്ലാത്തൊരു കാര്യമാണ്. പറയാൻ പോകുന്നിടത്ത് സ്വീകരിക്കേണ്ട ശൈലി എന്താ? അത് അദ്ദേഹം സ്വീകരിച്ച ശൈലിയ യാ അബത്തി, ഓ ഖുറാഫി എന്നല്ല, യാ അബത്തി ഓ മുശ്രിക്കേ എന്നല്ല, യാ അബത്തി എന്റെ പൊന്നു പിതാവേ. ഷിർക്കിന്റെ മൊത്ത കച്ചവടക്കാരനായ തൗഹീദിനെതിരിൽ മാത്രം ജീവിച്ച പിതാവിനോട് മകന്റെ സംസാരം, ഓ പിതാവേ. എങ്ങനെ? യാ അബത്തി എന്റെ പൊന്നുപ്പ. വല്ലാത്തൊരു വിളിയാണത്. ഒരാൾക്കൊരു കാര്യം പറഞ്ഞെടുക്കുന്നിടത്ത് പോലും പാലിക്കേണ്ട നസീഹത്തതാണ്. എന്റെ പൊന്നുപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബസിറു വലാ യുഗ്നി അൻക ശൈഅ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കോപ്പ. എന്താണ്? കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ആ വിഗ്രഹത്തിന്റെ മുന്നിൽ നടത്തുന്ന പ്രാർത്ഥന. വിഗ്രഹങ്ങൾ ഒരു മഹാത്മാവിന്റെ പ്രതീകമാണ്. ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ പ്രതീകാത്മകമായിട്ടാണ് ലോകത്തെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാകുക. അത് മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ കഅബയിൽ ലാത്തയും ഉസ്സയും ഹുബലും മനാത്തയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കമുള്ളവരുടെ വിഗ്രഹങ്ങൾ ആളുകൾ തേടുന്നതും പ്രാർത്ഥിക്കുന്നതും അതിന്റെ പുറകിലുള്ള മഹാന്മാരോടാണ്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലും അങ്ങനെ തന്നെയാണ്. എന്റെ പൊന്നുപ്പ, കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ താങ്കൾ എന്തിനാരാധിക്കുന്നു? എന്തിനാരാധിക്കുന്നു? പിതാവിനോടുള്ള ചോദ്യമാണ്. പിന്നെ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ബാപ്പനോട് ദഅവത്തെടുത്തി. എന്നിട്ട് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു, ഇന്നമ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കാ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ചില വിഗ്രഹങ്ങൾ ആരാധിക്കുകയും കള്ളം കെട്ടിച്ചമക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടപരാധമാണ് അവർക്ക്. ഒന്നവർ ശിർക്ക് ചെയ്തു എന്നതാണ്. രണ്ടാമത്തത്, ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി അവർ കള്ളപ്രചരണങ്ങൾ നടത്തിയത്. ഇത് വലിയ ഗുരുതരമായ കുറ്റാണ്. ശിർക്ക് ചെയ്യാൻ, ആ ശിർക്കിനെ സ്ഥാപിക്കാൻ കള്ളപ്രചരണങ്ങൾ അയച്ചുവിടുക. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖൻ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് ആരെയാണോ അവർ നിങ്ങൾക്കുള്ള ഉപജീവനം അധീനമാക്കുന്നില്ല. കേൾക്കാത്ത കാണാത്ത നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു എന്ന് പിതാവിനോട് ചോദിച്ചല്ലോ. ആ പിതാവുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണ് സമൂഹം. ആ സമൂഹത്തോട് വിഗ്രഹത്തിനെ നിർമ്മിച്ച വാപ്പാന്റെ മോൻ തൗഹീദിന്റെ പിതാവ് ചോദിക്കണത്, നിങ്ങൾ എന്തിനാണോ അതിനെ വിളിച്ച് പ്രാർത്ഥിക്കണത്? കാരണം എന്താ? അത് നിങ്ങൾക്കുള്ള ഉപജീവനം അധീനമാക്കുന്നില്ല, നിങ്ങൾക്ക് തിന്നാൻ തരുന്നില്ല, കുടിക്കാൻ തരുന്നില്ല. റിസ്ഖ് എന്ന് പറയുന്ന വിശാലമായ ആശയമാണ്, അതൊന്നും നിങ്ങൾക്ക് നൽകുന്നില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ ആരാധിക്കുന്നത്? അതിനാൽ നിങ്ങൾ അല്ലാഹുവിങ്കൽ ഉപജീവനം തേടണം. റിസ്ഖ് തേടേണ്ടത് റബ്ബിങ്കലേക്കാണ്. റാസിഖ് അല്ലാഹുവാണ്, ഖാലിഖ് അല്ലാഹുവാണ്, മാലിക് അല്ലാഹുവാണ്. അവനോട് നിങ്ങൾ റിസ്ഖ് തേടണം. മാത്രമല്ല വഅബ്ദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും വഷ്കുറൂ ലഹു, അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ഇലൈഹി തുർജഊൻ, കാരണം എന്താ? അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സുബ്ഹാനക അലീം. എത്ര ഹൃദ്യമായ ഉപദേശമാണ്! ഒരു സമൂഹത്തിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉപദേശം. അതും എത്ര സുന്ദരമായ രീതിയിൽ. മാത്രമല്ല ഉറച്ച നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. പകർച്ചയില്ലാത്ത, വ്യത്യാസമില്ലാത്ത, ചാഞ്ചാട്ടില്ലാത്ത, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാത്ത, ആളുകളുടെ ഭൂരിപക്ഷത്തെ കാണുമ്പോൾ മുട്ടുപറക്കാത്ത ഒരു വല്ലാത്ത നിലപാട്. അല്ലാഹു അക്ബർ. ആ നിലപാടിൽ അദ്ദേഹം സംസാരിച്ചെടുത്ത് രണ്ട് കാര്യമാണ്. ഒന്ന് ബാപ്പനോട് എന്റെ പൊന്നു പിതാവേ, എന്നിട്ടാണ് കാര്യം പറഞ്ഞു കൊടുക്കണം.
രണ്ടാമത്തെ സമൂഹത്തോടും രണ്ടു കൂട്ടരോടും ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുകയും തൗഹീദിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം എന്താ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫിത്ന, റഅ്സുകുല്ല ഫിത്ന, എല്ലാ ഫിത്നയുടെയും തലയാണ്, ഹെഡാണ് ശിർക്ക് എന്ന് പറയുന്നത്. എന്താ ശിർക്ക്? അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടടുത്ത് അല്ലാഹു അല്ലാത്ത ഒരാളോട് വിളിക്കലും തേടലും പ്രാർത്ഥിക്കലും പറയലുമാണ്. ഇബാദത്തിന്റെ ഇനങ്ങളോ വകുപ്പുകളോ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കലാണ് ശിർക്ക്. നോക്കൂ നിങ്ങൾ, എന്താ അതിന്റെ പര്യവസാനം ഉണ്ടായത്? ആരും ഉണ്ടാവില്ല. നമ്മളെ ആളുകൾ പലപ്പോഴും തൗഹീദ് പറയാൻ മടിക്കണതും ശിർക്കിനെതിരെ പറയാൻ മടിക്കണതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. എന്തുണ്ടായതെന്നറിയോ? പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് ബാപ്പയുടെ പുറത്താക്കി. മാത്രല്ല എറിഞ്ഞു കൊല്ലും നിന്നെ ഞാൻ. ആര് പറയണോ? വാപ്പ പറയണു. ആരോട് പറയണു? മകനായ തൗഹീദിന്റെ പിതാവിനോട്. എറിഞ്ഞ് ഞാൻ നിന്നെ കൊല്ലും. എന്താ അദ്ദേഹം ഉപയോഗിച്ച പദം എന്നറിയോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. സൂറത്ത് ഇബ്രാഹിമിന്റെ 40, സൂറത്ത് മറിയമിന്റെ 46-ാമത്തെ ആയത്ത്. നീ ഈ പറയുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ, ഈ പണി നീ നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലും. മാത്രല്ല വഹ്ജുർനി മലിയ, എന്നിൽ നിന്ന് കുറെ കാലത്തേക്ക് നീ വിട്ടു നിൽക്കാന്ന്. നീ എന്റെ അടുത്ത് കാണണ്ട, ഇറങ്ങിപ്പോയിക്കോ, ആട്ടി വിടാണ് പോരേന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൊരേന്നിറങ്ങിയ, അതാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ്, പൊരേന്നിറങ്ങിയ നാട്ടിൽ സ്വീകരിക്കാൻ സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ ഈ സംഘടന ഒഴിവാക്കിയാൽ മറ്റൊരു സംഘടന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ല, ഇബ്രാഹിം നബിക്ക് അല്ലാതെ വേറെ ആരും ഇല്ല. അഭയം പൊരേന്ന് പുറത്തായി. പിന്നെ നാട്ടിലാണ്. നാട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? വാപ്പ പറഞ്ഞത് നിന്നെ കൊല്ലും, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്നാണ്. നാട്ടുകാര് പറയണതോ ഖാലൂ ഹർരിഖൂ. 21-ാം സൂറത്ത് അംബിയാഇന്റെ 68 ഖാലൂ, അവര് പറഞ്ഞു ഹർരിഖൂ, നിങ്ങൾ അവനെ ചുട്ടരിച്ച് കളയണം. വൻസുറൂ ആലിഹതകും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കണം എന്നാണ്. കാരണം ഇവൻ ഈ പോക്ക് പോയാൽ ഈ ഇലാഹുകളെ ആരാധിക്കാൻ പിന്നെ ആളുണ്ടാവില്ല. ഇവൻ മുഴുവൻ അതിനെ നിന്ദിക്കുന്നവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആരുണ്ടാക്കിയ വിഗ്രഹങ്ങളെയാണ് ജനങ്ങളെ ആരാധിക്കുന്നത്? ബാപ്പുണ്ടാക്കിയ വിഗ്രഹങ്ങളെ. ബാപ്പയെതിരാണ്, സമൂഹം എതിരാണ്. സുബ്ഹാനക അലീം. എന്നാൽ അദ്ദേഹം പതറിയില്ല, ഇടറിയില്ല. എന്നിട്ടും അദ്ദേഹം ശിർക്കിനെതിരെ പോരാടി, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന, പകർത്തുന്ന അദ്ദേഹത്തിന്റെ മില്ലത്തിലാണ് നാം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത്. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിശാലമായ ലോകമാണത്. തൗഹീദിന് വേണ്ടിയുള്ള ജീവിതം നമ്മുടെയും ബാധ്യത അതാണ്. നാം ജീവിക്കുന്ന നാട്ടിൽ അള്ളാന്റെ ദീന് നമ്മൾ പറയണം, തൗഹീദ് പറയണം, ശിർക്കിനെതിരെ പറയണം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ. അള്ളാഹ് ചോദിക്കുകയാണ്, സ്വന്തം ആത്മാവിനെ വിഡ്ഢിയാക്കിയവനല്ലാതെ, സ്വയം പൊട്ടനായവനല്ലാതെ. നേരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മളെ മലബാരിയൻ ഭാഷയിൽ പറഞ്ഞാൽ, സ്വയം വിഡ്ഢിയും പൊട്ടനുമായവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക, പുറംതിരിഞ്ഞു നിൽക്കുക? ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ ആത്മവിഡ്ഢിയാണ്, പടുവിഡ്ഢിയാണ്, പടുജാഹിലാണ്. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. സൂറത്തു അൽ ബഖറ 2-ാം അധ്യായം 130-ാമത്തെ. എന്താ ഇബ്രാഹിമിന്റെ മാർഗം? ആ മാർഗം വിശാലമാണ്, ഹനീഫിയത്താണ്, തദ്ഈയത്താണ്, തവക്കുലാണ്. ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നാം അടിവരയിടേണ്ടുന്ന, പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ശിർക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനോട് അദ്ദേഹം സദാ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഷിർക്കിനെതിരെ പോരാടി അദ്ദേഹം ഷിർക്ക് ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ റബ്ബിനോട് അദ്ദേഹം ഹൃദയം തട്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതാണ് വജ്നുബ്നി വബനിയ അൻ നഅബുദുൽ അസ്നാം. എന്നെ മാത്രമല്ല, പിന്നെ ഖു അൻഫുസകും വഅഹ്ലികും നാറന, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കുന്നതിൽ നീ അകറ്റി നിർത്തണമേ, ഞങ്ങളെ ഷിർക്കിന്റെ പരിസരത്തേക്ക് നടത്തരുതേ റബ്ബേ എന്നാണ്. ഷിർക്കിന്റെ ഭാഗത്തേക്ക് പോകരുത്. ഏതൊരു വാപ്പാന്റെയും പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന വിഷയമാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ആ പ്രാർത്ഥന എന്തായിരിക്കും?
നന്നായി പഠിക്കാൻ കഴിയണം, നല്ല ആരോഗ്യം ഉണ്ടാകണം, നല്ല ചുറുചുറുക്കുണ്ടാകണേ, അതുപോലെ നല്ല ജോലി കിട്ടണേ, നല്ല വിവാഹം നടക്കണേ, നല്ല മക്കൾ ഉണ്ടാകണേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്താ ദുനിയാവിൽ? എന്റെ കുഞ്ഞൊരിക്കലും അല്ലാഹുവേ ശിർക്കിലേക്ക് പോകരുത്, എന്റെ കുഞ്ഞ് തൗഹീദിൽ ഉറച്ചു നിൽക്കണം. ആരാണ് ഈ പ്രാർത്ഥിക്കണത്? ജീവിതം മുഴുവനും ശിർക്കിനെതിരെ പോരാടിയ ആൾക്കാർ. ജീവിതം മുഴുവനും ശിർക്കിനെതിരെ പോരാടിയ ആൾക്കാർ. വല്ലാത്തൊരു വിഷയമാണത്. വളരെ ഗൗരവപ്പെട്ട, നമുക്ക് വളരെ ഗൗരവപ്പെട്ട പല വിഷയവും നാട്ടിലുണ്ടാവും. പക്ഷെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം എന്താ? നിങ്ങള് സ്വർഗവും നരകവും വേർതിരിക്കുന്ന വിഷയം. അതാണ് തൗഹീദ്. ശിർക്കാണോ നരകത്തിലേക്ക്, തൗഹീദാണോ അൽഹംദുലില്ലാഹ് സ്വർഗത്തിലേക്ക്. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങള്, ഇത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ആരാ? അതേ ജീവിതത്തിന്റെ ഭാഗമാക്കിയ സയ്യിദുനാ റസൂലുള്ളാഹി നബി പ്രാർത്ഥിക്കാണ്. തൗഹീദിന്റെ ബഹറിൽ ഒന്നാമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പ്രാർത്ഥിക്കണം എന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു, കാവൽ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? അൻ ഉശ്രിക ബിക വ അന അഅലമു, അറിഞ്ഞുകൊണ്ട് നിന്നോട് ഞാൻ ശിർക്ക് വെക്കുന്നതിൽ നിന്നും. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, എന്നിലറിയാതെ സംഭവിച്ചു പോകുന്ന ശിർക്കിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നാണ്. ശരണം തേടുന്നു, പൊറുക്കലിനെ തേടുന്നു. നോക്കി നിങ്ങൾ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ശിർക്ക് വന്നാൽ റബ്ബേ നീ എനിക്ക് പുറത്തിരണേ, അത് വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ. പിന്നെയോ അറിഞ്ഞോണ്ടും അറിയാതെയും രണ്ടില്ലെന്ന്. ഇത് വല്ലാത്തൊരു വാക്കാണ്. അറിഞ്ഞിട്ടും അറിയാതെയും ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് മാറാവട്ടെ. ഇനി നോക്കൂ നിങ്ങള്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കിനെതിരെ പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശിർക്കിനെതിരെ പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. നമ്മളിപ്പോ പ്രാർത്ഥന കണ്ടത്, ഇനി പ്രവർത്തനം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 48-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. ഇതൊരു വല്ലാത്ത നിലപാടാണ്. ഇന്ന് നമുക്കില്ലാത്തൊരു നിലപാടാണ്. നിങ്ങളെയും, മുശ്രിക്കുകളോട് പറയാണ്, മുശ്രിക്കുകളെ നിങ്ങളെയും അല്ലാഹുക്ക് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നവയും ഞാൻ വെടിയുന്നു, അകറ്റി നിർത്തുന്നു എന്നാണ്. ശിർക്ക് മാത്രമല്ല, ശിർക്കിന്റെ അഹ്ലുകാരോടും ബറാഅത്തും മിനശ് ശിർക്ക്. ശരിക്ക് ബറാഅത്ത്, വലാ ബറാ എന്നൊക്കെ പറയും, അഖീദയുടെ ഭാഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിലല്ലാതെ ജീവിക്കുന്ന ശിർക്കിന്റെ അഹ്ലുകാരോട് തനിച്ച ബറാഅത്ത് പ്രഖ്യാപിച്ച മഹാനാണ് ഇമാമുന ഇമാമുൽ മുവഹിദീൻ അബുൽ അംബിയാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വീണ്ടും കാണാം അദ്ദേഹത്തിന്റെ വർത്താനം 43-ാം അധ്യായം സൂറത്ത് സുഖ്റുഫിന്റെ 26-ൽ, وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബാപ്പനോടും ജനങ്ങളോടും ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? വാപ്പാനോട് പറഞ്ഞത് എന്താണ്? സമൂഹത്തോട് പറഞ്ഞത്, തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാകുന്നു എന്നാണ്. നിങ്ങൾ ആരാധന ഞാൻ സ്വീകരിക്കൂല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എന്നിട്ടോ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവരൊഴികെ അല്ലാഹുവിനെ അല്ലാതെ ഞാൻ ആരെയും പ്രാർത്ഥിക്കൂല, ആരോടും തേടൂല, ആരെയും ഇബാദത്ത് എടുക്കൂല. കാരണം എന്താ? തീർച്ചയായും അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നതാണെന്ന്. സുബ്ഹാനക അലീം. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, 43-ാം അധ്യായം ഈ സൂറത്ത് സുഖ്റുഫിന്റെ 26-27 ആയത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ തഫ്സീറായി അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു. ചാരിയിരിക്കുന്ന ആൾക്കാർക്കൊന്നായിരുന്നു ഇവിടെ ഈ മൂലക്കലൊക്കെ ആൾക്കാർക്ക് ഒന്ന് വിട്ടിരിക്കുക. നല്ല ഉറക്കത്തിന് സാധ്യത ഉള്ള ദിവസമാണ് ഈ ജുമക്ക് വന്നാൽ തന്നെ ഉറങ്ങാന്നുള്ളത് ഒരു മോശം സ്വഭാവമാണ്. നിങ്ങൾ ഇനി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. അതിങ്ങനെ ചാരിങ്ങനെ ഇരുന്ന് വിസ്തരിച്ചിരുന്ന് എന്തോ കഥ കേൾക്കുന്നത് പോലെ അല്ല, അത് കുറച്ച് ഗൗരവത്തിൽ കണ്ട വിഷയമാണ്. ഇപ്പൊ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, പുറത്തുനിന്നൊക്കെ വരുന്ന മക്കൾ ചിരിച്ചും കളിച്ചും ഒരു വക്കാറില്ലാതെ അങ്ങനൊന്നും വരരുത് മക്കളെ പള്ളിക്ക്. ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട്. അള്ളാന്റെ പള്ളിക്ക് വരണേ. നിങ്ങളൊരു ഓഫീസൊക്കെ ഒരു റൂമൊക്കെ ചെല്ലുന്നതിനൊരു ഗാംഭീര്യമുണ്ട്. അള്ളാന്റെ പള്ളിയിൽ വരുമ്പോ
എന്നാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ ചിരിയും കളിയൊക്കെ ഞാൻ ഞങ്ങൾ നിർത്തുക. റൂഹുൽ മലക്കുൽ മൗത്ത് വരുമ്പോഴോ വല്ലാഹുൽ മുസ്തആൻ ഗൗരവത്തിലേക്കാണ്. മക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, ഈ വലിയ മുതിർന്ന ആൾക്കാരനെ ചാരിയിരുന്ന് ഇങ്ങനെ തൂങ്ങിയ പിന്നെ മക്കൾ അതന്നെ പഠിക്കുക. അതുകൊണ്ട് മുതിർന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നേരെ ഇരിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടായത്ത് ഏത് 43-ാം അധ്യായം സൂറത്ത് സുഖ്റുഫിന്റെ 26-ാമത്തെയും 27-ാമത്തെയും ആയത്താണ് നമ്മളെപ്പോഴും ദിക്റായി ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറായി അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. സുബ്ഹാനക്കയാണ്, എത്ര ഗൗരവമുള്ള കാര്യം. അദ്ദേഹം ശിർക്കിനെ ഭയന്നു, ശിർക്കിനെതിരെ പോരാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശിർക്കിനെ ഭയന്നു, ശിർക്കിനെതിരെ പ്രാർത്ഥിച്ചു, ശിർക്കിനെതിരെ പോരാടി. പ്രിയമുള്ളവരെ, ശിർക്ക് മാത്രല്ല, ബഹുദൈവ വിശ്വാസം മാത്രല്ല, ബഹുദൈവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളോടും ബറാഅത്ത് നടത്തി. അതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മളെങ്ങനെ വെച്ചാല് ഷിർക്ക് നമ്മൾ ഒഴിവാക്കും പലപ്പോഴും, പക്ഷെ ഷിർക്കിന്റെ അടയാളങ്ങൾ പലപ്പോഴും അറിയാതെ ജീവിതത്തിലേക്ക് വരാം. ഷിർക്കിന്റെ അടയാളങ്ങൾ തോരണങ്ങളായി, മാലകളായി, പല കോലത്തിലായി, പല പ്രത്യേക ചിത്രങ്ങളായി പലതും വീട്ടിലേക്ക് വരാം. അത് വലിയ അപകടം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കന്തരങ്ങള് 6-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 76 മുതൽ 78 വരെയുള്ള ആയത്തുകൾ കാണാം. അതിലൊരു ഭാഗത്താണ് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മ തുശ്രികൂൻ. എന്റെ സമുദായമേ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്തറിയോ, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആ വാക്ക് എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത്? ആദ്യം പറയാണ്, ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നെല്ലാം ഒഴിവാണ്, എനിക്കവയുമായി ഒരു ബന്ധവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖത്തെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ്. അത് അല്ലാഹ് മതി ഇബാദത്തിന് എന്ന ഉറച്ച ആ ഒരു നിലപാട്. പ്രിയമുള്ളവർ, നമുക്കും അതാ വേണ്ടത്. എന്റെ റബ്ബ് മതി എനിക്ക് ഇബാദത്തിന്, വേറൊരാൾക്കും ഞാൻ സമർപ്പിക്കൂലെന്നാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എന്നത് മാത്രല്ല, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എന്നത് മാത്രല്ല, പിന്നെ എങ്ങനെയാ? ഒന്നും കൂടി ക്ലിയർ ആക്കണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുന്ന, പഠിപ്പിച്ച, അവന്റെ റസൂല് മുഖേന പഠിപ്പിച്ച രീതിയിൽ മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നതുകൂടി പരമപ്രധാനമാണ്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എന്നത് മാത്രല്ല, പിന്നെ അള്ളാഹ് പഠിപ്പിച്ച രീതിയിൽ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന രീതിയിൽ, അവന്റെ റസൂലിലൂടെ അവൻ വ്യക്തമാക്കിയ രീതിയിൽ, അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്നത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം. കാരണം അറിയോ, 5 നേരവും നമ്മൾ തേടുന്ന തേട്ടമാണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു ആശയമാണ്. ആയത്തിന്റെ തഫ്സീർ എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ യഅനി ഇയ്യാക നുവഹിദു വ നഖാഫു വ നർജൂക യാ റബ്ബനാ ലാ ഗൈറുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടെ നൽകിയ തഫ്സീറാണ്. നിന്നെ മാത്രം ഞങ്ങൾ ഏകനാക്കുകയും, ഇബാദത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ഏകനാക്കുകയും, നിന്നെ മാത്രം ഞങ്ങൾ ഭയപ്പെടുകയും, നിന്നെ മാത്രം ഞങ്ങൾ ഭയപ്പെടുകയും, നിന്നിൽ മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ റബ്ബേ മറ്റാരെയുമല്ല. എന്നാൽ നിങ്ങൾ ആലോചിക്കൂ, ഗുണവും ദോഷവും അല്ലാഹുവല്ലാത്തവരിൽ ആഗ്രഹിക്കുന്നവരില്ലേ? ഉണ്ട്. ഗുണവും ദോഷവും അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് ഭയപ്പെടുന്നവരില്ലേ? ഉണ്ട്. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലില്ലേ? ഉണ്ട്. ചില മോതിരക്കല്ലുകളിൽ ഗുണദോഷങ്ങൾ ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും ഭയപ്പെടുന്നവരില്ലേ? മോതിരിട്ടാൽ, ആ കല്ലിട്ടാൽ എന്തോ നന്മ വരും, ആ കല്ലെടുത്തു മാറ്റിയാൽ എന്തോ തിന്മ വരും എന്ന് വിശ്വസിക്കുന്നവർ. ഖബറിൽ മറമാടപ്പെട്ട സ്വാലിഹീങ്ങളുടെ ഖബറുകളിൽ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്നവരില്ലേ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. നഊദു ബില്ലാഹ്. ചില ദിവസങ്ങൾക്ക് പ്രത്യേകമായി ചില ദിവസങ്ങൾക്ക് ദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും മുസ്ലിം സമൂഹത്തിലുണ്ട്. പല കലണ്ടറുകളിലും, മുസ്ലിം സമൂഹത്തിലെ പല സംഘടനകളും അടിച്ചിറക്കുന്ന കലണ്ടറുകളിൽ പോലും ഒടുവിലത്തെ ബുധൻ അത് നെഹ്സിന്റെ ദിവസമാണ്, അശുദ്ധ ദിവസമാണ്, മോശമായ ദിവസമാണ്, ദോഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് എന്ന് പച്ചക്ക് ജനങ്ങളെ കൊണ്ട് ശിർക്ക് പറയിപ്പിക്കുന്ന, ചെയ്യിപ്പിക്കുന്ന അവസ്ഥാവിശേഷമില്ലേ? ഉണ്ട്. ഇത് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെതിരാണ്. നഊദു ബില്ലാഹ്. കണി വിശ്വാസം, കണി ശരിക്കൊരു കെണിയാണ്. കണി ശരിക്കും ഒരു കെണിയാണ്. ഇറങ്ങുന്നിടത്തും പോകുന്നിടത്തും കാണുന്നിടത്തൊക്കെ കണി. മുസ്ലിമയിൽ ഇന്നുണ്ട്.
ചൊവ്വ അതൊരു മോശമായ ദിവസമായി കാണുന്നവർ, ചില ശനി, പ്രത്യേകം ചില ശനികൾ അത് മോശമായി കാണുന്നവർ, ഇതെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ അപ്പുറത്ത് നിന്ന് ഈ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നതാണ്. എന്നാൽ നഊദു ബില്ലാഹ് ഇതൊക്കെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും, തൗഹീദ് ഉണ്ടെന്ന് പറയുന്നവരിൽ പോലും ചിലരിൽ ശിർക്കൻ അടയാളങ്ങളോട് രാജിയായവരുണ്ട്. നഊദു ബില്ലാഹ് മഅദല്ലാഹ്. അത് ഇബ്രാഹിമി മാർഗത്തിനെതിരാണ്, അദ്ദേഹത്തിന്റെ മില്ലത്തിനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പൂർത്തീകരിച്ച അള്ളാന്റെ ദീനിനെതിരാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, മഹത്തുക്കളായ നബിമാരിൽ ആരും തന്നെ ശിർക്കിനോടോ ശിർക്കിന്റെ ചിഹ്നങ്ങളോടോ ഒരിക്കലും വലാ നടത്തിയവരല്ല, ബന്ധം ചേർത്തവരല്ല, അതിനെ ഭയന്നവരുമല്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരായത്ത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം. നമ്മൾ ഓതിപ്പോണ ആയത്തിന്റെ കൂട്ടത്തിൽ പല ആയത്തുകളും നമ്മൾ പലപ്പോഴും പഠിക്കാതെ പോയതാണ്. 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 81-ാമത്തെ ആയത്ത്. അവിടെ ഒരു ചോദ്യം പോലെയാണ്, വൈ കൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും മാ അശ്റക്തും ബില്ലാഹ് ولا تخافون أنكم ما أشركتم بالله ما لم ينزل به سلطانا. നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? അന്നുണ്ടപ്പണി ഇന്നുണ്ടപ്പണി എന്തറിയോ? അത് മഹാന്മാരുടെ കോപം നിനക്ക് കിട്ടുന്ന സൂറത്ത് സുമർ പഠിക്കുന്നിടത്തത് കാണാൻ പറ്റും. എന്ത്? നിനക്ക് മഹാന്മാരെ കോപം ഉണ്ടാവും, ഓലെ ഷർറ് നിനക്കുണ്ടാവും, സൂക്ഷിച്ചോ എന്ന് പറയും. അത് നബിമാരോട് ആ കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞതാണ്. അതേ പദം നമ്മൾ കേരളത്തിനകത്തും പലരുന്നു കേൾക്കാൻ പറ്റും. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് പങ്കുചേർത്തതിന് ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർത്ത വസ്തുവിനെ, അത് വ്യക്തിയാകട്ടെ വസ്തുവാകട്ടെ ഇനി ഒന്നുമില്ലാത്തൊരു സങ്കല്പമാകട്ടെ, ഞാൻ എന്തിനു ഭയപ്പെടണം? നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ലാത്ത വസ്തുക്കൾ അവനോട് പങ്കുചേർക്കുന്നതിനെ പറ്റി ഭയപ്പെടുന്നുമില്ല. നോക്കിങ്ങള്, വല്ലാത്തൊരു വാക്കല്ലത്. നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ഹുജ്ജത്തോ ബുർഹാനോ ഒരു തെളിവോ ഒരു രേഖയോ നൽകിയിട്ടില്ലാത്ത മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മഹത്തുക്കളോട് തേടുന്ന, മഹത്തുക്കളോട് സഹായം ചോദിക്കുന്ന ഇപ്പണി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പേടിയില്ല. പിന്നെ നിങ്ങൾ പങ്കുചേർക്കുന്ന വസ്തുവെ, വ്യക്തിയെ, ശക്തിയെ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്റെ റബ്ബിനെ അല്ലാതെ. ആ ചോദ്യങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എന്തൊരു ചോദ്യം. അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടി പ്രാർത്ഥിച്ച് നേർച്ചയർപ്പിച്ച് സഹായം ചോദിച്ച് അവനെ മാത്രം രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണോ? അതല്ല റബ്ബിനോടൊപ്പം മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവരാണോ? ആരാണ് നിർഭയത്വമുള്ളവർ? ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും പറയാൻ പറ്റും, അള്ളാഹുവിനോട് മാത്രം തേടുന്ന, ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് നിർഭയത്വമുള്ളൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ളുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ, ഉലൈക ലഹുമുൽ അംൻ, അക്കൂട്ടർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹുദ പ്രാപിച്ചവർ. അഥവാ ശിർക്ക് വെക്കാത്തവർ, അവർക്കാണ് നിർഭയത്വമുള്ളത്. അല്ലാഹു അക്ബർ. ഈ രാജ്യത്ത് ഇനി അങ്ങോട്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലത്തിൽ കഴിയൂല, അതല്ലെങ്കിൽ കഴിയൂല. അള്ളാഹുവിൽ നിഷ്കളങ്കമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരാളെയും നിങ്ങൾക്ക് പേടിക്കേണ്ടി വരൂല, അള്ളാഹുവിനെ മാത്രമല്ലാതെ. എന്ന് തൗഹീദ് ഹൃദയത്തിൽ കട്ടപിടിച്ചോ, അന്നു മുതൽ ഒരു അധികാര കസേരയെയും ഒരു പാർട്ടിയെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനുള്ള വഹ്ദാനിയ തൗഹീദ് അത് നെഞ്ചകത്തിൽ കട്ടപിടിച്ചാൽ, ഹൃദയത്തിൽ ഉറച്ചു നിന്നാൽ, അത് നിർഭയത്വത്തിന്റെ മാർഗമാണ്. അല്ലാഹു തആല നമുക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ,
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ശിർക്കും ബിദ്അത്തും കലരുന്ന നിരവധി ആചാരങ്ങളും അവയോടൊത്തുള്ള വലീമകളുമൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടവരാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ബദർ ദിനം, നബിദിനം, പല ആണ്ട് നേർച്ചകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയവരാണ്. ഒരു ശിർക്കിനോടോ ശിർക്കിന്റെ ചിഹ്നങ്ങളോടോ നമുക്ക് രാജിയാകാൻ പാടില്ല. എന്നാൽ വൈരുദ്ധ്യം എന്ന് പറയട്ടെ, ഇതിൽ ഗൗരവം കാണിക്കുന്നവര് പോലും പച്ച ശിർക്കിന്റെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുന്നവരും മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ ശിർക്കിന്റെ വലീമകളിൽ പങ്കെടുക്കുന്നവരുമാണ്. നഊദു ബില്ലാഹ് മഅദല്ലാഹ്. അത്ര ഗൗരവമുള്ള കാര്യത്തിൽ. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. എന്താ? ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാക്കുന്നു. ഇതാണ് ശരിക്കും ഹനീഫ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഹനീഫൻ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മാർഗം ഹനീഫ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് ഇന്നഹു കാന അലൈഹിസ്സലാത്തു വസ്സലാം മാഇലൻ അനി ശിർക്കി ഖസ്ദൻ ഇല തൗഹീദ്. ശിർക്കിൽ നിന്ന് പരിപൂർണമായി മാറിയിട്ട് തൗഹീദിൽ അടിയുറച്ച അവസ്ഥ. ഒരു ഇടർച്ചയോ പതർച്ചയോ ഇല്ല. ഒരിടത്തും അല്ലാഹുവല്ലാത്ത മറ്റൊന്നിനോടും തേടാത്ത, ചോദിക്കാത്ത, ആവശ്യപ്പെടാത്ത റബ്ബിൽ മാത്രം തവക്കുലാക്കിയ ഒരു സമൂഹം. പ്രിയമുള്ളവർ, ഇത് നമുക്കും അവകാശപ്പെടാനാകണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമുക്ക് അവകാശപ്പെടാനാകണം. ഈ മില്ലത്ത് പിൻപറ്റുന്ന ഒരാൾക്ക് ശിർക്കിന്റെ ഒരു ചിഹ്നത്തോട് യോജിക്കാനാവില്ല. ഒരു ആയത്ത് മാത്രമേ അവസാനിപ്പിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു പറയാം, ومن يرغب عن ملة إبراهيم إلا من سفه نفسه. സൂറത്ത് ബഖറയുടെ 130-ാമത്തെ ആയത്ത്. സ്വന്തം ആത്മാവിനെ വിഡ്ഢിയാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? സ്വയം പൊട്ടനായവനല്ലാതെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ആയത്തിന് വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിന്റെ തഫ്സീറായി ഉദ്ധരിക്കുന്നത് കാണാം. യഖൂലു തബാറക വതആല റദ്ദൻ അലൽ കുഫാരി ഫീമാ ഇബ്തദഊഹു വഅഹദഥൂഹു മിന അശ്ശിർകി ബില്ലാഹ് അൽ മുഖാലിഫ് ലിമില്ലത്തി ഇബ്രാഹിം അൽ ഖലീൽ ഇമാമുൽ ഹുനഫാ. ഹുനഫാക്കളുടെ ഇമാമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തിന് വിരുദ്ധമായി, ശുദ്ധമായ തൗഹീദിന് വിരുദ്ധമായി കാഫിറുകൾ ദീനിൽ പുതുതായി കൊണ്ടുവന്ന അള്ളാഹുവിൽ പങ്കുചേർക്കുക, അശ്ശിർകു ബില്ലാഹ് എന്ന വിഷയത്തിൽ അവരെ ഖണ്ഡിക്കുകയാണ്, അവർക്ക് മറുപടി പറയാണ്, അവർക്ക് റദ്ദ് കൽപ്പിക്കുകയാണ് അള്ളാഹു ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ജറദ തൗഹീദ റബ്ബിഹി തബാറക വതആല ഫലം യദ്ഉ മഅഹു ഗൈറ വല അശ്റക ബിഹി തർഫത ഐൻ വതബറഅ മിൻ കുല്ലി മഅബൂദിൻ സിവാ വഖാലഫ ഫീ ദാലിക സായിറ ഖൗമിഹി ഹത്താ തബറഅ മിൻ അബി. അദ്ദേഹം ശുദ്ധമായ ഇബ്രാഹിം ശുദ്ധമായ തൗഹീദ് മാത്രം അനുഷ്ഠിച്ചു. അല്ലാഹു അല്ലാതെ ആരോടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച് തേടിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരു നിമിഷം പോലും അദ്ദേഹം ശിർക്ക് ചെയ്ത്, അതാണ് ഏറ്റവും പ്രധാനം. ഒരു സെക്കൻഡ് പോലും അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡ് പോലും. മാത്രമല്ല അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സകലതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതാണ്. എന്നിട്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നും അദ്ദേഹം ഒഴിവായി, സ്വന്തം പിതാവിൽ നിന്ന് പോലും. എന്നിട്ട് ഇമാം ഇബ്നു കസീർ എടുത്തു കൊടുക്കണം. ഫഖാല, ഇബ്രാഹിം പറഞ്ഞു, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. എന്റെ സമുദായമേ, നിങ്ങൾ അല്ലാഹുവോട് പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാക്കുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ 43-ാം അധ്യായം സൂറത്ത് സുഖ്റൂഫിന്റെ 26-ൽ ഇത് കാണാൻ പറ്റും. വഇദ് ഖാല ഇബ്രാഹിമു ലഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂന. അത് പല ഭാഗത്ത് ആവർത്തിച്ചു വന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു അഡ്ജസ്റ്റ്മെന്റിനും അദ്ദേഹം തയ്യാറായില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാക്കണം. ഇന്നിവിടെ ജീവിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ നടക്കൂല എന്നാണ് ആൾക്കാർ മനസ്സിലാക്കി. ശരിയാണ്, ദുനിയാവിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരായി ജീവിക്കുന്ന ആളുകൾക്ക് അവര് മനസ്സിലാക്കേണ്ടത് ആഖിറത്തിൽ ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നടക്കൂല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ടതില്ലെന്ന്. ജീവിതം മുഴുവനും തൗഹീദിന്റെ ഇനങ്ങളിലോ വകുപ്പുകളിലോ പങ്കുചേർക്കാത്ത ഒരു ജീവിതം. ജീവിതം മുഴുവനും തൗഹീദിൽ, ജീവിതം മുഴുവനും ശിർക്കിനെതിൽ. അതിനാൽ പ്രിയമുള്ളവരെ, മരണം വരെയും തൗഹീദിന് നിരക്കാത്ത എതിരായ കാര്യങ്ങളോട് നാം ഒരിക്കലും സഹവസിക്കരുത്. അതെത്ര അടുത്ത സുഹൃത്തായാലും അതെത്ര അടുത്ത ബന്ധുവായാലും ശരി. കാരണം അതൊരു മുസ്ലിമിന്റെ വിശ്വാസത്തിനെതിരാണ്, പാരമ്പര്യത്തിനെതിരാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ തിന്മകളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ തിന്മയായ ശിർക്കിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് വരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.